ക്രിസ്തുവിനെ ഒരിക്കലും ഞാൻ നിന്ദിച്ചിട്ടില്ല, ഞാൻ ദൈവത്തെ നിന്ദിച്ചിട്ടില്ല, ഞാൻ ബൈബിളിനെ നിന്ദിച്ചിട്ടില്ല. ഞാൻ ഈ നോവലിലൂടെ ഒരു മൂല്യച്യുതി വന്ന സിസ്റ്റത്തെയാണ് ഞാൻ എതിർക്കുന്നത്. എനിക്കതൊരു അപ്രധാനമായിട്ട് തോന്നിയിട്ടൊരു സാധനം ഈ മതം എന്ന് പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വിഷയം. പക്ഷെ ഞാൻ അത് വിട്ടുപോയെങ്കിലും അങ്ങനെ വിട്ടുപോരാൻ പറ്റാത്ത ഒരു വലിയ സമൂഹം അതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ വേദനയും അവരുടെ ചൂഷണവും കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അങ്ങനെ ആ കവർ നേരത്തെ അയച്ചു തന്നതാണ്. ഞാൻ ആ കവർ കണ്ട ആളാണ്. എനിക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഈ കവർ സ്വീകാര്യമല്ലെന്നുള്ളത് എൻ്റെ പ്രസാധകരെ എനിക്ക് അറിയിക്കാമായിരുന്നു. ആ പുസ്തകത്തിൻ്റെ കവർ എന്ന് പറയുന്നത് എൻ്റെ നോവലിൻ്റെ കണ്ടന്റിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി. സഭ എന്താണ് ചെയ്തത്? സഭ പറയുന്നത്, സഭയുടെ ഓൺലൈൻ ചാനലുകളിലൊക്കെ പിന്നെ ക്യാപ്ഷനായിട്ട് ഫ്രാൻസിസ് നൊറോണ ക്രിസ്തുവിനെ നിന്ദിച്ചു. എനിക്ക് പറയാനുള്ളത്, സഭ കൃത്യമായിട്ടും എന്നെ ടാർഗറ്റ് ചെയ്യുന്നു. ഞാൻ ചെയ്യാത്ത പാതകങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് പുസ്തകം വായിക്കാത്ത, സാഹിത്യമായിട്ട് ബന്ധമില്ലാത്ത ഒരാളുടെ മുന്നിലേക്കാണ് തലവാചകം എത്തുന്നത്. എനിക്ക് എങ്ങനെ ഞാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങും? എൻ്റെ തീരദേശ ഗ്രാമത്തിൽ പോയി എനിക്ക് നിൽക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ തീരത്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരാൾ വിളിച്ച് പറയുന്നത്, ദേ നോക്കൂ, അവനാണ് നമ്മുടെ പുരോഹിതർ വിളിച്ച് പറഞ്ഞില്ലേ, അവനാണ് നമ്മുടെ ക്രിസ്തുവിനെ നിന്ദിച്ചതെന്ന് പറയുമ്പോൾ ഒരു ഇമ്പാക്റ്റ് നോക്കൂ. മുടിയറകൾ എന്ന് പറയുന്നത് എന്ന നോവലിലേക്കുള്ള ആദ്യത്തെ ഒരു ചുവടെന്ന് പറയുന്നത് കക്കിളി എന്ന് പറയുന്ന കഥയാണ്. ആ കഥയിൽ എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ആ ഭൂമികയുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. കുറേ അധികം കാര്യങ്ങൾ ആ ഭൂമികയിൽ നിന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമം എന്ന നിലയിലാണ് മുടിയറകൾ നോവൽ എഴുതി തുടങ്ങുന്നത്. മുടിയറകൾ നോവലൊക്കെ ആകുമ്പോൾ നമുക്കതിനകത്തൊരു സബ്ജക്റ്റ്, അതിൻ്റെ ഒരു കോറായിട്ടൊരു കാര്യം നമുക്ക് എപ്പോഴും ഉണ്ട്. അത് ഞാൻ തിരഞ്ഞെടുത്തത് മേക്കിംഗ് ഓഫ് എ സെയിൻറ്റ് എന്ന ഒരു സബ്ജക്റ്റാണ്. നോവൽ എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് എ സെയിൻറ്റ്, ഒരു വിശുദ്ധനെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ, അതിൻ്റെ നിഗൂഢമായ വഴികൾ, അതിൻ്റെ ഉള്ളറകൾ. അപ്പോൾ അത്തരം ഒരു രീതിയിലുള്ള ഒരു വിഷയം എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിന് ഞാൻ മുടിയറകൾ എന്ന ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ നോവല് ആ ഒരു വിഷയത്തിൽ മാത്രമാണോ ഊന്നി നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെയല്ല. കാരണം നോവലാകുമ്പോൾ അതൊരു വലിയൊരു ക്യാൻവാസിൽ ഞാറക്കടവ് എന്ന് പറയുന്ന ഒരു ദേശം, ഇടനാട് പോലുള്ള ഒരു ദേശം, അതിൻ്റെ തൊട്ട് താഴെയുള്ള തീരപ്രദേശം, അതിന് തൊട്ട് മുകളിലുള്ള മലനാട്, അങ്ങനെ ഒരു വലിയ ഒരു ഭൂമികയാണ് ആ നോവലിലുള്ളത്. അപ്പം കേവലം ആ ഒരു സബ്ജക്റ്റിലേക്ക് നമുക്ക് അത് നോവലിൻ്റെ വിഷയത്തെ ഒതുക്കാൻ പറ്റില്ല. നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നോവലാണത്. അതിൽ പുരോഹിതരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്. ഈ പുരോഹിതരും കന്യാസ്ത്രീകളും തമ്മിലുള്ള ഒരു ജെൻഡർ വേർതിരിവുണ്ടല്ലോ. അപ്പം അതൊക്കെ ഞാൻ ഈ നോവലിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, എവിടുന്നാണ് നമ്മൾക്ക് ഒരു ജെൻഡർ സമത്വം വരേണ്ടത്, ആ ഇടത്തിൽ നിന്ന് അത് ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അപ്പം പുരോഹിത കന്യാസ്ത്രീകളുടെയും പൊതുസമൂഹത്തിന് അത്ര വലിയ ധാരണയില്ല. പക്ഷെ അവർ തമ്മിൽ ഒരുപാട് വേർതിരിവുകളുണ്ട്. സ്ത്രീയും പുരുഷനും എന്നുള്ള രീതിയിൽ ഒരു പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ, ആണധികാരത്തിൻ്റെ കീഴിലേക്ക് കന്യാസ്ത്രീ മഠങ്ങൾ ഒതുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അന്തർധാരകൾ ഈ നോവൽ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം ഈ നോവലിൽ വിഷയമായിട്ട് വരുന്നത്, എന്ത് പ്രവൃത്തി ചെയ്തും പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു സഭയുടെ ഒരു പ്രവണത അത് തുടക്കകാലം മുതലേ ഉണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും, അത്തരം ഒരു പ്രവണതയുടെ ഒരു രൗദ്രഭാവം കൂടിക്കൂടി വരും. അനുദിന ജീവിതത്തിലാണെങ്കിലും നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, അത് മാത്രമാണ് സഭയുടെ ലക്ഷ്യം. അപ്പം അത്തരം സഭയുടെ വഴിവിട്ട ധന സമ്പാദനത്തിനെതിരെയുള്ള ഒരു അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അങ്ങനെയല്ല, സഭ അതിൻ്റെ ഒരു സേവന പാതയിൽ നിന്ന് മാറി മറ്റ് രീതികളിലേക്ക് പോകുന്നത് ശരിയല്ല. അങ്ങനെ അത്തരം ഒരു സഭയുടെ ഒരു സാമ്പത്തിക ഇടപാടുകളിലേക്കൊക്കെ ഈ നോവൽ അത് ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ നോവൽ ഒരു ഞാറക്കടവ് എന്ന് പറയുന്ന ദേശം, അവിടുത്തെ മനുഷ്യർ, അവരുടെ സംസ്കാരം, അവരുടെ മനുഷ്യരുടെ ഇടയിലുള്ള ഒരുപാട് ക്യാരക്ടറിലുള്ള ഒരുപാട് സങ്കീർണതകൾ, അത്തരം വളരെ രസകരമായി വായിച്ചു പോകാവുന്ന ഒരു നോവലാണ് ഇത്. 158 അധ്യായങ്ങളുണ്ട്. വളരെ ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. ഇതിൻ്റെ കവർ ഒരു വിവാദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും. പ്രത്യേകിച്ച് സഭയുടെ
ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അതിനെ വളരെ നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ്, ഞാൻ ക്രിസ്തുവിനെ നിന്ദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പ്രതികരിച്ച് കാണുന്നുണ്ട്. അപ്പം അത് ഒരു തെറ്റായ ഒരു പ്രവണതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ക്രിസ്തുവിനെ ഒരിക്കലും ഞാൻ നിന്ദിച്ചിട്ടില്ല, ഞാൻ ദൈവത്തെ നിന്ദിച്ചിട്ടില്ല, ഞാൻ ബൈബിളിനെ നിന്ദിച്ചിട്ടില്ല. ഞാൻ ഈ നോവലിലൂടെ ഒരു മൂല്യച്യുതി വന്ന ഒരു സിസ്റ്റത്തെയാണ് ഞാൻ എതിർക്കുന്നത്. ആ സിസ്റ്റം ഒന്ന് നന്നാവണം, അതിനൊരു നവീകരണത്തിന്റെ ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ എഴുതുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മതം അത്ര ഒരു പ്രസക്തമായ ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. കാരണം ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും അത്. എൻ്റെ ഒരു മതാത്മക ജീവിതത്തെ ഒന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കുമ്പോഴറിയാം, ഒരു 10-35 വയസ്സോടുകൂടി ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ള ഒരാളാണ്. ഈ മതം അത്ര ഒരു പ്രസക്തമായ കാര്യമാണ്, എഴുത്തിലും സാഹിത്യത്തിലും മതം അത്ര ഒരു പ്രസക്തമായ കാര്യമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇത്തരം രചനകൾ എഴുതുന്നത്? എൻ്റെ ആദ്യ രചന എന്ന് പറയുന്നത് അശരണരുടെ സുവിശേഷമാണ്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും എൻ്റെ ചുറ്റുപാടുകളും ഒക്കെ നോക്കിക്കണ്ടിട്ട് അവിടെ നിന്ന് എഴുതാനായിരുന്നു എനിക്ക് എളുപ്പം. അപ്പൊ അത്തരം ഒരു രീതിയിൽ എൻ്റെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത്, ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക മതവും കമ്മ്യൂണിസവും ഒക്കെ വളരെ ആഴത്തിൽ വേരൂന്നി നിൽക്കുന്ന ഒരു മണ്ണാണ്, പ്രത്യേകിച്ച് തീരദേശ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ അവിടുത്തെ ജീവിതം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് പള്ളി വരും, മഠം വരും, സെമിനാരികൾ വരും, തീരദേശ ഗ്രാമങ്ങൾ വരും. അങ്ങനെ അത്തരം ഒരു ഭൂമികയിൽ നിന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയതുകൊണ്ടാണ് അശരണരുടെ സുവിശേഷം എഴുതുന്നത്. കക്കുകളി എന്ന് പറയുന്ന കഥ ഞാൻ എഴുതുന്നത് ഒരു സ്ത്രീ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, അതൊരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യം, അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ കക്കുകളി എന്ന് പറയുന്ന കഥ എഴുതിയത്. ഒരു പുരുഷാധിപത്യത്തിന്റെ കീഴിലാണെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ കീഴിലാണെങ്കിലും ഒരു സ്ത്രീ അനുഭവിക്കുന്ന അടിമത്തത്തിൽ നിന്ന് അവൾ മോചിത ആവണം. സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യത്തെ പ്രഘോഷിക്കുന്ന ഒരു കഥയാണ് കക്കുകളി. അപ്പൊ അത്തരം ഒരു കഥ എഴുതണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ എനിക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഇടം എന്ന് പറയുന്നത് കന്യാസ്ത്രീ മഠമാണ്. കാര്യം ഞാൻ ആ ഒരു സർക്കിളിലാണ്, ഞാൻ എൻ്റെ ആദ്യകാല ജീവിതവും അതുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ഒരു തുടക്കക്കാരൻ്റെ ഒരു എളുപ്പ സാധ്യത, അത് വായനക്കാരിലേക്ക് എനിക്കതിൻ്റെ ആ ഫീലിങ്ങും ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രാഷ്ട്രീയമൊക്കെ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ആ കക്കുകളി എഴുതുന്നത്. എന്തോ നിർഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഒരു നാടക രൂപത്തിൽ ആലപ്പുഴയിൽ നിന്ന് തന്നെ വന്നു. അതിൻ്റെ പേരിൽ സഭ ഒരു പ്രതിഷേധ സമരം, കന്യാസ്ത്രീകളും പുരോഹിതരും ഒക്കെ തെരുവിലിറങ്ങിയുള്ള വളരെ ശക്തമായ പ്രതിഷേധ സമരമൊക്കെ നയിച്ചു. അപ്പോഴെനിക്ക് എന്താണ് അതിനെക്കുറിച്ച് എഴുത്തുകാരൻ്റെ നിലപാടെന്ന് പൊതുസമൂഹം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അവരോട് പറയാനുണ്ടായിട്ടുള്ള കാര്യം ഇതായിരുന്നു. കക്കുകളി എന്ന് പറയുന്ന കഥ അതൊരു സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ്. ആ കഥയെക്കുറിച്ച് സഭയ്ക്കോ പൊതുജനത്തിനോ പൊതുസമൂഹത്തിനോ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. സഭ എനിക്ക് KCBCയുടെ അവാർഡ് തന്നപ്പോൾ ആ അവാർഡിന്റെ പുരസ്കാരത്തിന്റെ ഒരു പത്രികയുണ്ട്. അതിനകത്ത് ആ കക്കുകളിയിലെ ഒരു വാചകം അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. അപ്പൊ അത്രയും ഒരു മഹത്വം ആ കഥയ്ക്ക് അവർ കൊടുത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ എന്നെ അനുമോദിക്കണമെന്ന് തോന്നി. അപ്പൊ അത്തരം രീതിയിൽ സഭയും ഉൾക്കൊണ്ട ഒരു കഥയാണ്. പക്ഷെ അത് ഒരു നാടകമായപ്പോൾ അത് കുറച്ച് ലൗഡാവുകയും, നാടകത്തിന്റെ നമുക്കറിയാലോ, ഒരു സ്വകാര്യതയിലിരുന്ന് വായിക്കുന്നതാണ് കഥ. പക്ഷെ നാടകം എന്ന് പറയുന്ന ഒരു ജനത്തിന്റെ മുന്നിൽ അപ്പൊ തന്നെ അവരുടെ ഫീഡ്ബാക്കും റിഫ്ലക്ഷൻസും ഒക്കെ കിട്ടുന്ന ഒരു ഓപ്പൺ സ്റ്റേജിൽ നാടകം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ ആവാം സഭയെ അതിനെതിരെ സംസാരിക്കാനും പ്രതിഷേധിക്കുവാനായിട്ടൊക്കെ പ്രേരിപ്പിച്ചത്. പക്ഷെ ആ കഥ നാടകമായപ്പോൾ അത് എൻ്റെ നാടകത്തിൻ്റെ ഒക്കെ ഉള്ളുണ്ടാകുന്ന എന്തെങ്കിലും കുഴപ്പം അത് എൻ്റെ കുഴപ്പമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ സഭ അതല്ല ചെയ്തത്. സഭയ്ക്ക് കൃത്യമായിട്ട് അറിയാം, നെറോണയല്ല കക്കുകളി എന്ന് പറയുന്ന നാടകം എഴുതിയെന്ന് സഭയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ട് സഭ എന്താണ് ചെയ്തത്? സഭയുടെ ചാനലുകളിൽ, സഭയുടെ പത്രങ്ങളിൽ, സഭയുടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ, അതായത് പൊതുജനം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും കക്കുകളി എന്ന നാടകം എഴുതിയ ഫ്രാൻസിസ് നെറോണ എന്ന രീതിയിൽ എന്നെ അഡ്രസ്സ് ചെയ്യുകയുണ്ടായി. അപ്പൊ ആ കക്കുകളി എന്ന് പറയുന്ന നാടകത്തിന്റെ മുഴുവൻ പാപഭാരവും എന്നിൽ അടിച്ചേൽപ്പിച്ചിട്ട് അവർ ആരോപിച്ചത് ഞാൻ കന്യാസ്ത്രീകളെ അപമാനിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വിരോധാഭാസമാണത്.
എൻ്റെ പുതിയ പുസ്തകമായ മുടിയറകൾ വന്നു ഇതേ ഗതികേട് തന്നെ ഉണ്ടാവുന്നു. അതിനകത്ത് എന്താ പറയുന്നത്, അതിന്റെ കവർ പേജിൽ ഫ്രാൻസിസ് നൊറോണ ക്രിസ്തുവിനെ നിന്ദിച്ചു. കത്തോലിക്ക സഭയുടെ മീഡിയയിലും ഓൺലൈനിലും എല്ലാം വരുന്നതിന്റെ ടൈറ്റിൽ നോക്കി അറിയാം, ഫ്രാൻസിസ് നൊറോണ ക്രിസ്തുവിനെ നിന്ദിച്ചു എന്നാണ് പറയുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഒരു പുസ്തകം എന്താണ്, അതിന്റെ കവർ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു എഴുത്തുകാരനുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് ആ പുസ്തകത്തിന്റെ കവർ എന്ന് പറയുന്നത്. നമ്മൾ നോവല് ഒരു പ്രസാധകൻ അയച്ചു കഴിഞ്ഞാൽ ആ പ്രസാധകനാണ് അതിന്റെ കവർ തയ്യാറാക്കുന്നത്. പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ആ പുസ്തകത്തിന്റെ കവർ കാണുന്നതന്നെ. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് അതിന്റെ കവർ നേരത്തെ അയച്ചു തരും. എനിക്ക് അങ്ങനെ ആ കവർ നേരത്തെ അയച്ചു തന്നതാണ്. ഞാൻ ആ കവർ കണ്ട ആളാണ്. എനിക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഈ കവർ സ്വീകാര്യമല്ലെന്നുള്ളത് എൻ്റെ പ്രസാധകരെ എനിക്ക് അറിയിക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ പുസ്തകത്തിന്റെ കവർ എന്ന് പറയുന്നത് എൻ്റെ നോവലിന്റെ കണ്ടന്റിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അത്തരം ഒരു കവർ ആ നോവലിന് ആപ്റ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ കവറിനെതിരെ അങ്ങനെ ഒരു വിഷയമേ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോഴും പ്രതിഷേധം വരുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ആ കവർ പിൻവലിക്കണമെന്നോ അല്ലെങ്കിൽ ആ കവറിനെതിരെ കവർ മാറ്റണമെന്നോ ഉള്ള എന്തെങ്കിലും രീതിയിൽ ആ കവറിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല. കാരണം അതൊരു അനാവശ്യമായ ഒരു കുറ്റാരോപണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ഒരു പുസ്തകം ഇറക്കി, ആ പുസ്തകത്തിന്റെ കവറിൽ ഇതുപോലെ ഒരു കവർ വിവാദമാകുന്നു. സഭ എന്താണ് ചെയ്തത്? സഭ പറയുന്നു, സഭയുടെ ഓൺലൈൻ ചാനലുകളിലൊക്കെ പിന്നെ ക്യാപ്ഷനായിട്ട് ഫ്രാൻസിസ് നൊറോണ ക്രിസ്തുവിനെ നിന്ദിച്ചു. പുസ്തകം വായിക്കാത്ത, സാഹിത്യമായിട്ട് ബന്ധമില്ലാത്ത ഒരാളുടെ മുന്നിലേക്കാണ് ഈ തലവാചകം എത്തുന്നത്. എനിക്ക് എങ്ങനെ ഞാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങും? എൻ്റെ തീരദേശ ഗ്രാമത്തിൽ പോയി എനിക്ക് നിൽക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ തീരത്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരാൾ വിളിച്ച് പറയുന്നത്, ദേ നോക്കൂ, അവനാണ് നമ്മുടെ പുരോഹിതർ വിളിച്ച് പറഞ്ഞില്ലേ, അവനാണ് നമ്മുടെ ക്രിസ്തുവിനെ നിന്ദിച്ചതെന്ന് പറയുമ്പോൾ ഒരു ആ ഇമ്പാക്റ്റ് നോക്കൂ. ഞാൻ അവിടുന്ന് പ്രാണനം കൊണ്ട് ഓടേണ്ട ഒരു ഗതികേടല്ലേ? ഇവരിത് ആലോചിക്കാതെ ഇത് എന്തിനാണ് ഇവർ ബാലിശമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം എൻ്റെ മേൽ ചുമത്തിയത്? അവർക്ക് പ്രതികരിക്കേണ്ട സ്ഥലങ്ങൾ പലതും ഉണ്ടായിരുന്നു. അവരത് പ്രതികരിക്കാതെ എഴുത്തുകാരനാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സഭ കൃത്യമായിട്ടും എന്നെ ടാർഗറ്റ് ചെയ്യുന്നു. ഞാൻ ചെയ്യാത്ത പാതകങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ആരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്? കക്കുകളി എന്ന് പറയുന്ന നാടകം എഴുതിയത് പുന്നപ്പുറക്കാരായ സ്വദേശികളാണ്. കക്കുകളി എന്ന് പറയുന്ന നാടകം സംവിധാനം ചെയ്തത് ജോബ് മഠത്തിൽ എന്ന് പറയുന്ന ഒരാളാണെന്ന് സഭയ്ക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് ആ നാടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നറിയാം. എൻ്റെ കഥ എടുത്തു ആ നാടകം ചെയ്യുന്നു. എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു അമേച്ചർ നാടക സംഘം നമ്മളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കഥയെടുത്ത് ഞങ്ങൾ നാടകം ചെയ്തോട്ടെ. അവിടെ അങ്ങനെ നമ്മൾ ഒരു നാടകമല്ലേ ചെയ്തോ എന്ന് പറയും. എല്ലാ എഴുത്തുകാരും അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു KR മീരയോട് ഇതുപോലെ അവരുടെ ഒരു കഥ എടുത്തിട്ട് നാടകം ചെയ്യുന്നു, ആരും പ്രതിഫലം പോലും വാങ്ങിക്കാറില്ല. നാടകമല്ലേ? നാടകം എന്ന് പറയുന്ന ഒരു ജനകീയമായ ഒരു കലാരൂപം, അന്യം നിന്ന് സിനിമയുടെ കടന്നുവരവോടുകൂടി അന്യം നിന്ന് പോയ ഒരു കലാരൂപം. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഓരോ എഴുത്തുകാരുടെയും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഏതൊരു എഴുത്തുകാരനോടും അവന്റെ ഒരു കഥ എടുത്ത് നാടകം ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ചെയ്തോന്നേ പറയത്തുള്ളൂ. പക്ഷെ ആ നാടകം ചെയ്യുമ്പോൾ ആ നാടകത്തിനുണ്ടാകുന്ന ഭവിഷ്യത്തുള്ള റെസ്പോൺസിബിലിറ്റി എഴുത്തുകാരനെ ഏറ്റെടുക്കാൻ പറ്റില്ല. അത് ആ നാടകം സംവിധാനം ചെയ്യുന്ന ആള് തന്നെ, ആ നാടകത്തിന്റെ സംവിധായകനാണ് അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം. ഞാൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നത്. പക്ഷെ കക്കുകളി എന്ന് പറയുന്ന നാടകവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്നെ ആ വിവാദത്തിലേക്ക് വഴിച്ചിരിക്കുക, ഞാൻ കന്യാസ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളത്, അതായിരുന്നു സഭ എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആദ്യത്തെ ആരോപണം. അപ്പൊ മുടിയറകൾ വന്നപ്പോൾ കവർ വിവാദമായപ്പോൾ അവർ പറയുന്നത് ഫ്രാൻസിസ് നൊറോണ ക്രിസ്തുവിനെ നിന്ദിച്ചു. നിങ്ങൾ എൻ്റെ നോവൽ വായിക്കും, എത്ര സുന്ദരമായിട്ട് അത് വായിച്ചു പോകാൻ പറ്റും. കഷ്ടിച്ചൊരു 5-6 മണിക്കൂർ കൊണ്ട് 400 പേജ് അത് ഈസി ആയിട്ട് അനായാസമായിട്ട് വായിച്ചു പോകാൻ പറ്റും. അതിപ്പോൾ വായിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് വായനക്കാർ എന്നോട് പ്രതികരിക്കുന്നതാണ്. വളരെ അനായാസമായിട്ട് വായിച്ചു പോകാവുന്ന, വളരെ അർത്ഥവത്തായിട്ടുള്ളത്. എനിക്കതങ്ങനെ പറയാമെന്ന് അറിയത്തില്ല. എൻ്റെ വാട്സപ്പിലും എന്നോട് സ്വകാര്യതയിലും വൈദികരും കന്യാസ്ത്രീകളും അവരെനിക്കൊന്നും അവരാണെന്ന് തോന്നുന്നു കൂടുതൽ വായിച്ചിട്ട് പറയുന്നത്, ഞങ്ങൾ 14 വർഷം സെമിനാരിയിൽ പഠിച്ചിട്ട് ഒരു കുമ്പസാരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു തലം നീ പറഞ്ഞു എന്നാണ് ഒരു വൈദികനുണ്ടോ പറഞ്ഞു. ഞാനതിനകത്ത് പറയുന്നത്, കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികൻ ഇരിക്കുമ്പോൾ അവൻ അമ്മയെപ്പോലെ കേൾക്കണമെന്ന് പറയുന്നു. ഒരു കുഞ്ഞു ചെന്ന് അമ്മയോട് പറയുമ്പോൾ ആ അമ്മയെ പോലെയാണ് ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് കേൾക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു വാചകം മാത്രം എടുത്തിട്ട് ഒരു വൈദികൻ എന്നോട് പറയുകയാണ്,
ഇത് എന്നെ റീതിങ്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നു. കുമ്പസാരക്കൂട് കാണുമ്പോൾ ഞാൻ ഒരു അമ്മയായി മാറണം. ഞാൻ ദൈവമായിട്ടല്ല മാറേണ്ടത്, ഞാൻ ഒരു അമ്മയായിട്ട് മാറണം. അപ്പൊ അത്തരം രീതിയിൽ ഒരു നവീകരണം ഉണ്ടാവട്ടെ. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഒരു സിസ്റ്റം ഒരു അപജയം ഉണ്ടാകുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഒരു അപജയം എന്ന് പറയുന്ന ഒരു ടോട്ടാലിറ്റിയിൽ ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പൊ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സുപരിചിതമായ എൻ്റെ ഇടം, ആ ഇടത്തിൽ എന്ത് ഒരു മൂല്യച്യുതിയും ഒരു അപജയം ഉണ്ടാകുമ്പോൾ അതിനെ നവീകരിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ടെന്ന് തോന്നുന്നു. ഞാനിത് സഭയുടെ കാര്യം മാത്രമല്ലല്ലോ ഞാൻ എഴുതിയിട്ടുള്ളത്. ചോദിക്കുന്ന ഈ സഭയുടെ കാര്യം മാത്രമാണോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്? അല്ലല്ലോ. ഞാൻ നിൽക്കുന്ന എഴുത്തിടത്തെ കുറിച്ച് ഞാൻ എഴുതിയിട്ടില്ലേ, എൻ്റെ പ്രസാധകരെ കുറിച്ച് ഞാൻ എഴുതിയിട്ടില്ലേ? അപ്പൊ അവരൊക്കെ എന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഞാൻ ആ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന നോവൽ എഴുതിയതിനു ശേഷം എൻ്റെ പുസ്തകങ്ങൾ DC ബുക്സിലൂടെ വരുന്ന എൻ്റെ കഥകൾ മാതൃഭൂമി, മലയാളം മനോരമ, സമകാലിക മലയാളം, മാധ്യമം തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളിൽ മുഖ്യധാരാ മാസികകളിലൂടെ വരുന്നുണ്ട്. മുഖ്യധാരാ മാസികകൾ ശ്രേഷ്ഠമാണെന്നല്ല, എല്ലാ മാസികകളിലൂടെയും എൻ്റെ കൃതികൾ വരുന്നുണ്ട്. ഞാൻ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ട് എന്നെ സാഹിത്യ ലോകം, എന്നെ എഴുത്തുകാരോ ആരും തിരസ്കരിച്ചിട്ടൊന്നുമില്ല. അവരെല്ലാവരും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന നോവലിലെ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കുന്ന ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. അതിലെ കുറവുകളും കുറ്റങ്ങളും എൻ്റെ കുറവുകളും കൂടെയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഞാൻ ആ സിസ്റ്റത്തിൽ നിന്ന് മുടിയറകൾ എഴുതുമ്പോൾ അത് കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ ഉപേക്ഷിച്ച ഒരു സാധനം, എനിക്കതൊരു അപ്രധാനമായിട്ട് തോന്നിയിട്ടൊരു സാധനം ഈ മതം എന്ന് പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പക്ഷെ ഞാൻ അത് വിട്ടുപോയെങ്കിലും അങ്ങനെ വിട്ടുപോരാൻ പറ്റാത്ത ഒരു വലിയ സമൂഹം അതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ വേദനയും അവരുടെ ചൂഷണവും കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് പറ്റില്ല. അത് ഞാൻ വിട്ടുപോന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് എഴുതിയേ പറ്റും. കാര്യം അത്രമേലൊരു വലിയൊരു സമൂഹമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യും, പണത്തിന് വേണ്ടി ആ സാധുക്കളെ ചൂഷണം ചെയ്യും, എല്ലാം വിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയുമ്പോൾ വിവാദത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ എന്തുകൊണ്ട് ഹോളി മാസ്, പരിശുദ്ധ കുർബാന. അതെന്താണ്? ആ ഗത്സമേൻ തോട്ടത്തിൽ മുതൽ തുടങ്ങി ഊട്ടുശാല വരെ ചെല്ലുന്ന അവൻ്റെ മരണത്തിന്റെ തലേന്ന് ഒരാൾ അനുഭവിക്കുന്ന തീവ്രമായ വേദന, കൂടെ ഉള്ളവരെ വിളിച്ചിരുത്തിയിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അവൻ പറയുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്, ഇത് എൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, അത് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ പോവുക എന്ന് പറയുന്ന ഒരു ഗുരു അവൻ്റെ അനുയായികളെ വിളിച്ചിട്ട് പറയുന്ന ഒരു സാധനം. എന്നിട്ട് ഇതിൻ്റെ ഓർമ്മ ആചരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ നടത്തുന്നു. അത് കുഴപ്പമില്ല, അങ്ങനെ ആചരിച്ചോ, അത് നല്ലതാണ്, അങ്ങനെ ഓർക്കുന്നത് നല്ലതാണ്. ഒരാളെ സമൂഹത്തിന് വേണ്ടി അവൻ്റെ ശരീര രക്തങ്ങളെ സമൂഹത്തിന് കൊടുത്തതിൻ്റെ ഒരു ഓർമ്മ ആചരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇവർ വിൽക്കുന്നില്ല ഈ കുർബാന. നിങ്ങൾ അർത്തിങ്കപ്പള്ളിയിൽ ചെന്ന് നോക്കും, അവിടെ വലിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് പാട്ടു കുർബാന 400 രൂപ, സാധാ കുർബാന 200 രൂപ. നിങ്ങൾ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊക്കെ വിറ്റോ നിങ്ങൾ? എനിക്ക് അതിനകത്തൊന്നും ഒരു ഇതെന്തിനാണ് നിങ്ങൾ വിൽക്കുന്നത്? ഈ കുർബാന വിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ? അതാണ് ഇത്. ഇങ്ങനെ എന്തിനേയും വിൽക്കാനായിട്ട്. ആ അർത്തിങ്കപ്പള്ളിയിലെ ലിസ്റ്റിന്റെ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട് സമർപ്പണ പ്രാർത്ഥന 10 രൂപ. അതായത് ഒരു അച്ഛൻ കൈ വെച്ചിട്ട് നിനക്ക് നന്മ വരട്ടെ എന്ന് പറയുന്നതിന് 10 രൂപ കൊടുക്കണം. എന്നാലോചിക്കുക, എത്ര പരിതാപകരം. ഇത് നമ്മൾ കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കും? ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് പറഞ്ഞേ പറ്റൂ. ഇത് മാത്രമാണ്. സഭയിലെ കന്യാസ്ത്രീകളും പുരോഹിതരുടെ കാര്യം എടുത്തു നോക്കുക. കന്യാസ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പൊതുസമൂഹം ചിന്തിച്ചിട്ടുണ്ട്. ഒരു കന്യാസ്ത്രീ മഠം എങ്ങനെയാണ് കഴിഞ്ഞു പോകണമെന്ന് ഒരു പൊതുസമൂഹം ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ നോവലിൽ കന്യാസ്ത്രീ മഠമുണ്ട്. ആ മഠം തുടങ്ങുന്നത് മുതൽ അവിടെ ജീവിതം എല്ലാം ഉണ്ട്. 10-20 മേൽ കന്യാസ്ത്രീകൾ അതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ആ മഠത്തിന്റെ ഉള്ളിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് പുരോഹിതരും കന്യാസ്ത്രീകളും ഒരേ ആംഗിളിൽ അവർ കാണുന്നത്, ഒരേ പ്ലാറ്റ്ഫോമിൽ അവർ കാണുന്നത്. കാര്യം രണ്ടുപേരും സഭയുടെ തിരുവസ്ത്രം ധരിച്ചാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ വ്യത്യാസമുണ്ട്. കന്യാസ്ത്രീ മഠം നടക്കുന്നത് ആ മഠത്തിലെ കന്യാസ്ത്രീകൾ ജോലി ചെയ്തിട്ട്. ഏതെങ്കിലും ഒരു സഭാ സമൂഹം ഒരു കന്യാസ്ത്രീ മഠത്തിന് നിങ്ങൾ ഇത് ഞങ്ങളുടെ ഒരു സഭയുടെ വിശ്വാസ സമൂഹത്തിന്റെ ഒരു പങ്ക് എന്ന് പറഞ്ഞ കന്യാസ്ത്രീ മഠത്തിന് കൊടുക്കാറില്ല. എന്നാൽ നേരെ തിരിച്ച് പുരോഹിതരുടെ കാര്യം വെച്ചാൽ 14 വർഷത്തെ സെമിനാരി ജീവിതം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ, ഒരു ഇടവകയിൽ വരുമ്പോൾ അന്ന് തൊട്ടുള്ള ആ വൈദികന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വിശ്വാസ സമൂഹമാണ്. ഈ വൈദികൻ തൊട്ട് മെത്രാൻ, ഇനി മാർപ്പാപ്പ വരെയുള്ളവരുടെ കാര്യം നോക്കിയാൽ ഈ വിശ്വാസ സമൂഹം നൽകുന്ന പണം കൊണ്ടാണ് കഴിയുന്നത്. ഇതിന്റെ ഒരു വിഭിന്നമായ ഒരു മുഖമാണ് നമ്മൾ കാണുന്നത് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ.
അവരുടെ കോൺവെന്റ് നടത്തിക്കൊണ്ട് പോകണത് അവർ അധ്വാനിച്ചിട്ടുള്ള പൈസ. ഒരു സിസ്റ്ററിന് ഒരു ജോലി കിട്ടിയാൽ ആ സിസ്റ്ററിന് ആ ജോലിയുടെ വേതനം വാങ്ങിക്കാനായിട്ടുള്ള അവകാശമില്ല. അത് കന്യാസ്ത്രീ മഠത്തിനുള്ളതാണ്. ആ കന്യാസ്ത്രീ മഠത്തിൽ മദർ ജനറൽ അത് പിടിച്ചു വാങ്ങുന്നില്ല. കാരണം ഇത് കിട്ടിയിട്ട് വേണം ആ മഠം കഴിഞ്ഞു പോകാനായിട്ട്. പക്ഷെ നേരെ തിരിച്ച് ഇവിടെ ഒരു വൈദികനാണ് ഒരു ജോലി ഉള്ളതെങ്കിൽ ആ ജോലിക്ക് കിട്ടുന്ന പ്രതിഫലം അയാൾക്ക് അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോകാം. സഭയ്ക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൊടുത്താൽ എന്തെങ്കിലും ഒരു ഓഹരി കൊടുത്താൽ സഭ വാങ്ങുമെന്നല്ലാതെ അവിടെ ചട്ടങ്ങളൊന്നുമില്ല. ഇതൊക്കെ പോട്ടെ, ഇവര് രണ്ടു കൂട്ടർ ഒരേപോലെ പഠിച്ചു വരുന്നു. ഒരു കൂട്ടർ സെമിനാരിയിൽ പഠിച്ചു വരുന്നു, മറ്റൊരു കൂട്ടർ ഒരു മഠത്തിലെ ഈ ശുശ്രൂഷകളും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഒരു ദീർഘമേറിയ നാളാണ് രണ്ടു കൂട്ടർ എടുക്കുന്നത്. ഒരാൾ അച്ഛന്മാർക്ക് 14 വർഷം മുതൽ കന്യാസ്ത്രീകൾക്കും ഉണ്ട് ഈ പഠന കാലയളവ്. അവർ ഓരോരോ ഘട്ടങ്ങളാകുമ്പോഴാണ് ഓരോരോ നിലയിലേക്ക് എഴുതുന്നത്. ആദ്യത്തെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ നോയിഷായിട്ട് ഉയർത്തും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിത്യവ്രത വാഗ്ദാനം എന്ന് പറഞ്ഞൊരു ഘട്ടം കഴിയും. ഇത്തരം ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കന്യാസ്ത്രീ ആവുന്നത്. അവർ രണ്ടു കൂട്ടരും ഒരേപോലെ വന്നിട്ട് ഒരു കൂട്ടർക്ക്, അതായത് കന്യാസ്ത്രീകൾക്ക് അൾത്താരെ കയറാൻ അവകാശമില്ല. ക്രിസ്തുവിനെ അവന്റെ തിരുശരീര രക്തങ്ങളെ എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ജനത്തിന് കൊടുക്കാനുള്ള അവകാശമില്ല. പുരോഹിതനാണ് അതിന്റെ അവകാശം. ഇതെന്ത് ന്യായമാണ്? നമ്മൾ ഒരു ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്നു, ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്നു. ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യും അല്ലെ? സിനിമാ മേഖലയിലാണെങ്കിലും മറ്റു മേഖലയിലാണെങ്കിലും ഒരു സ്ത്രീ പുരുഷ ഒരു സമത്വം വേണമെന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിനൊരു മാതൃക കാണിക്കേണ്ട ഒരു സിസ്റ്റം അവിടെ ഏറ്റവും സ്ത്രീയെ മാറ്റി നിർത്തുകയാണ്. അത് ശരിയല്ല. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവരെ അൾത്താരയിൽ കയറ്റാത്ത, ഇവരെന്തുകൊണ്ട് ദിവ്യബലി അർപ്പിക്കാൻ സമ്മതിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ സഭ പറയുന്ന ഒരു ന്യായം, ക്രിസ്തു തെരഞ്ഞെടുത്തത് 12 ശിഷ്യന്മാർ, എല്ലാവരും പുരുഷന്മാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീകളെ തിരഞ്ഞെടുക്കാൻ പറ്റും. എന്തൊരു ബാലിശമായ ഒരു ഉത്തരവാണത്. ക്രിസ്തുവിന്റെ ജീവിതം പഠിക്കുമ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? അവന്റെ മരണം വരെ കൂടെ ഉണ്ടായിരുന്ന ആരാണ്? സ്ത്രീകളാണ്. നമ്മൾ ആ ബൈബിള് കൃത്യമായിട്ട് വായിക്കും, മനസ്സിലാവും. ശിഷ്യന്മാരെല്ലാരും ആ മരണത്തിന്റെ സമയത്ത് ഒളിച്ചോടി പോകുന്നുണ്ട്. 1-2 ശിഷ്യന്മാരും കുറേയധികം സ്ത്രീകളുമായിരുന്നു കാൽവരിയിൽ അവന്റെ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. പിന്നീട് എന്താണ്? അവന്റെ ഉത്ഥാന സമയത്ത് അവൻ ആദ്യം കാണുന്ന ഒരു പെണ്ണിനെയാണ്, മഗ്ദലന മറിയം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്കാണ് അവൻ മരണത്തിന് ശേഷമുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമാണ് മരണത്തിന് ശേഷമുള്ള ഒരു ദർശനം നൽകുന്നത്. അപ്പൊ അത്തരം ക്രിസ്തുവിനോടുകൂടി ചേർന്ന് നിന്ന ഒരു സ്ത്രീ സമൂഹത്തെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് ക്രിസ്തു തെരഞ്ഞെടുത്തത് 12 ശിഷ്യന്മാർ. അതിന് ക്രിസ്തു അങ്ങനെ തെരഞ്ഞെടുക്കാൻ കാര്യം ക്രിസ്തുവിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അതൊരു യഹൂദ ഒരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഒരു കൾച്ചറിൽ സ്ത്രീക്കുണ്ടായിരുന്ന ഒരു ഇത്. യഹൂദിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? എന്നെ സ്ത്രീയായും പന്നിയായും ജനിപ്പിക്കാതിരുന്നതിന് യഹോവയെ നന്ദി എന്നാണ് യഹൂദൻ പ്രാർത്ഥിക്കുന്നത്. അത്ര പരിതാപകരമാണ് യഹൂദന്റെ ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ എപ്പോഴും ആ പശ്ചാത്തലം തന്നെയാണോ ഇപ്പം പിന്നെ കത്തോലിക്ക സഭ പിന്തുടരേണ്ടത്? അങ്ങനെയല്ല, അത് മാറണം. കാലം സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിർത്തി ഒരേ അധികാരവും ഒരേ അവകാശവും ഒക്കെ കൊടുക്കാനായിട്ട് സമൂഹം പ്രതിജ്ഞാബദ്ധമെടുത്ത് നടക്കുമ്പോൾ അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ ഏറ്റവും മാതൃകാപരമായിട്ട് നിൽക്കേണ്ട ഒരു സിസ്റ്റത്തിൽ പുരോഹിതരും കന്യാസ്ത്രീകളും തമ്മിൽ വളരെ വ്യക്തമായ വേർതിരിവുകളുണ്ട്. അപ്പൊ അത്തരം ഒരു വേർതിരിവിന്റെ ഒരു പശ്ചാത്തലം കൂടെ ഈ മുടിയറകൾ എന്ന് പറയുന്ന നോവൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ മുടിയറകൾ എന്ന് പറയുന്ന നോവലിലെ ഈ പൗരോഹിത്യ ആണധികാരം എത്രമേലാണ് ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ മേലുള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഫിക്ഷൻ റൈറ്റിംഗ് ആണ്. അതിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ, ഈ പ്രമാദമായ ഒരു വിഷയത്തെ നമ്മൾ അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ഈ നോവലിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള 1 മുതൽ 158ഓളം അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വരിയോ വാക്കോ ദൈവനിന്ദയോ ക്രിസ്തു നിന്നയോ ബൈബിൾ നിന്നയോ കണ്ടെത്താൻ പറ്റില്ല. ഇന്നലെ രാത്രി എന്നെ ഒരു വൈദികൻ വിളിച്ച്, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതായത് അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ പുസ്തകം ഞാൻ രാവിലെ മുതൽ ഇരുന്ന് വായിച്ചിട്ട് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2:30 മണിയോടെ തീർന്നു. ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും എനിക്കൊരു ക്രിസ്തു നിന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ബൈബിളിൽ നിന്നേ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ കുറെ കൂടി നവീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. എൻ്റെ അശരണ സുവിശേഷം വായിച്ചപ്പോഴും ആദ്യ അഭിപ്രായം എങ്ങനെയായിരുന്നു അച്ഛന്മാർ, ഞങ്ങളിൽ ഒരു നവീകരണം ഉണ്ടായിരുന്നു. ഈ മുടിയറകൾ വായിക്കുമ്പോഴും പ്രീസ്റ്റ് പുരോഹിതർ പറയുന്നത് ഞങ്ങളിലൊരു നവീകരണം ഉണ്ടായി. എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ മോശമായിട്ട് എൻ്റെ വാട്സപ്പിലാണെങ്കിലും
ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കമൻസും ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. പലതും ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഞാനത് വിട്ടുപോകുന്നെങ്കിലും ഞാൻ ഉണ്ടായിരുന്ന ഒരു സമൂഹം ഇങ്ങനെ ഇത്രയും മോശമായ പദങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത്. കുറച്ചുകൂടി നല്ല മലയാളം പഠിച്ചെങ്കിൽ സഭ അവരുടെ ഒരു മീഡിയ കൈകാര്യം ചെയ്യുന്നവരെ കുറച്ചുകൂടി നല്ല മലയാളം, ശുദ്ധമായ മലയാളം പഠിപ്പിച്ചെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ്. നിങ്ങൾ പ്രതികരിക്കണം. അത് ഈ വളരെ മോശവും മ്ലേച്ഛകരമായ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കരുത്. അത് കുറച്ചുകൂടെ ഒരു അന്തസ്സ് കാണിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു നോവലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ആ ഒരു വിശ്വാസം ശരിയാണെന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ എസ് ഹരീഷാണ് അത് വായിച്ചിട്ട് ആദ്യ വായനക്കാരൻ, പുസ്തകം ഇറങ്ങിയതിനു ശേഷമുള്ള ആദ്യ വായനക്കാരൻ എന്ന് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഗംഭീര നോവലാണ് നറോണ, ഇത് തീർച്ചയായിട്ടും വായിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം 4.5 വർഷത്തോളം എടുത്ത നമ്മളൊരു അധ്വാനം, രാത്രി ഉറക്കങ്ങൾ കടമെടുത്ത് എഴുതിയിട്ടുള്ള ആ ഒരു പെയിനൊക്കെ ഒരു പ്രതിഫലം കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മളോട് വായനക്കാർ പ്രതികരിക്കുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു എഴുത്തുകാരനും വായനക്കാരനും കൂടിയാണ് ഹരീഷിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു എഴുത്തുകാരനും അതിനേക്കാൾ എഴുത്തുകാരനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മികച്ച വായനക്കാരനുമാണ്. വായിക്കാൻ വേണ്ടി അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് 4-5 ദിവസം ലീവ് എടുത്തിട്ടൊക്കെ ഇരുന്ന് വായിക്കുന്ന ഒരാളാണെന്ന് പറയും. അത്രയും എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ കാര്യം. അപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് ആദ്യത്തെ പ്രതികരണം കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പോൾ എൻ്റെ വാട്സപ്പിലും ഇങ്ങനെ വായിച്ചിട്ടുള്ളവരുടെ മെസ്സേജ് വരുന്നുണ്ട്.